നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള കടവന്ത്രയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. മനോരമ ഓൺലൈൻ സംഘടിപ്പിച്ചിരിക്കുന്ന റോബോവേഴ്സ് VR എക്സ്പോ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ജൂൺ 17 കൂടി അവസാനിക്കുന്ന ഈ എക്സ്പോ ഉള്ളത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ്. 50 രൂപയാണ് ഒരാൾക്ക് ഇവിടെ പ്രവേശന ഫീസായിട്ട് ഈടാക്കുന്നത്. അതിഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് ഈ എക്സ്പോ നമ്മൾക്ക് സമ്മാനിക്കുന്നത്. കുട്ടികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI പ്രവർത്തിക്കുന്ന നിരവധി റോബോട്ടുകളാണ് ഈ എക്സ്പോയിലുള്ളത്. നിരവധി തരത്തിലുള്ള വ്യത്യസ്തമായ റോബോട്ടുകളെ നമ്മൾക്ക് ഈ എക്സ്പോയിൽ കാണാൻ സാധിക്കും. വെൽക്കം ചെയ്യുന്നതിനും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും കൂടാതെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അപകടകരമായ ജോലികൾ ചെയ്യുന്നതിനും വേണ്ടിയുള്ളതും എന്നു വേണ്ട പലതരത്തിലുള്ള റോബോട്ടുകളും ഈ എക്സ്പോയിൽ അണിനിരക്കുന്നുണ്ട്. റോബോട്ടുകൾ തമ്മിലുള്ള ഫൈറ്റ് ഈ എക്സ്പോയിലെ ഒരു പ്രധാന ആകർഷണമായിരുന്നു. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ നായ്ക്കുട്ടിയെ പോലെ പെരുമാറുന്ന റോബോട്ടുകൾ ഈ ഷോയിലെത്തിയ കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്നേഹം പിടിച്ചുപറ്റി. കൂടാതെ പുഷപ്പും ഡാൻസും ചെയ്യുന്ന ഒരു കുഞ്ഞൻ റോബോട്ടും ഈ ഷോയുടെ ഭാഗമായിരുന്നു. 3D പ്രിന്റിങ്ങും ഈ ഷോയുടെ മറ്റൊരു ആകർഷണമായിരുന്നു. ഹോവർ ബോർഡിൽ കയറി നടക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും നമ്മൾക്ക് ഈ ഷോയിൽ കാണാൻ സാധിക്കുമായിരുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ ചില ഷോസ് എല്ലാം സെപ്പറേറ്റ് വീഡിയോസായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് സാൻബോട്ട് എന്ന് പറയുന്ന ഒരു റോബോട്ടാണ്. ഒരു ചൈനീസ് കമ്പനി ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു റോബോട്ടാണ്. മെയിനായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്റർടൈൻമെന്റ് പർപ്പസിനും അസിസ്റ്റന്റ് പർപ്പസിനും വേണ്ടിയിട്ടാണ്. എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഡാൻസ് ചെയ്യിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ അസിസ്റ്റന്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് ഇത് നമ്മളൊരു ഫംഗ്ഷൻ, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാറിന് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഫംഗ്ഷനിലേക്ക് വരുന്ന ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് പർപ്പസിന്റെ ഭാഗമായിട്ട് അത് ഡാൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ മെയിനായിട്ട് വാണ്ടഡ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ആ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പം നമുക്കിവിടെ കാണാൻ കുറേ സെൻസേഴ്സും താഴെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സെൻസേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഈ സെൻസേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പോടുകൂടി ഇത് മൂവ് ചെയ്യുമ്പം ഫ്രണ്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുകയും അത് ഒബ്സ്റ്റക്കിൾ ഒന്നും ഇല്ലാത്തൊരു പാത്തിലേക്ക് റീഡയറക്ട് ചെയ്യുകയും ചെയ്യും. ബേസിക്കലി ഇതൊരു വെൽക്കം റോബോട്ടാണ്. നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ട്സും ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ലൈക്ക് VR, റോബോഡോഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതുപോലെ പടം വരയ്ക്കില്ല, എന്തും നമ്മൾ കൊടുക്കുന്ന എന്ത് ഇൻപുട്ടും കൊടുക്കും. ഓക്കെ ഓക്കെ. റോബോട്ടിക് ആമിൻ്റെ ഒരു യൂസ് കേസ് മാത്രമാണ്. റോബോട്ടിക് ആംസിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ റോബോട്ടിക് ആംസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പിക്ചറാണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ ആ സെയിം റോബോട്ടിക് ആംസിന്റെ ടെക്നോളജിയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിക്ചറാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ സെയിം റോബോട്ടിക് ആംസിന്റെ ടെക്നോളജി വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു സ്പേസ് മിഷനിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു മാർസിലോ മൂണിലൊക്കെ നമുക്കിപ്പോൾ ഒരു സാമ്പിള് അവിടുന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ആംസിന്റെ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി അതല്ല, ഈ സെയിം റോബോട്ടിക് ആംസിന്റെ ടെക്നോളജി തന്നെ നമ്മളൊരു ഇൻഡസ്ട്രി ലെവലിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഒരു സാധനം പിക്ക് ചെയ്യാനും പ്ലേസ് ചെയ്യാനുമാണ് നമ്മൾ അവിടെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുക. ഇനി അതേ സെയിം റോബോട്ടിക് ആംസിന്റെ ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഒരു റോബോട്ടിക് സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെയും ഇത് സെയിം ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ എൻഡിൽ ഇവിടെ ഈ ഗ്രിപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ എയർ സക്ഷൻ ചെയ്തിട്ടാണ് ഒരു സാധനം ലിഫ്റ്റ് ചെയ്യുക. സർജറി ചെയ്യുമ്പോൾ ഇത് മാറിയിട്ട് അവിടെ നീറ്റിലാവും. അങ്ങനെ സെയിം ടെക്നോളജി തന്നെ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഡിഫറെന്റ് പേർപ്പസിനായിരിക്കും. വിശാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൽ കോഴിക്കോട്. So generally, these robots can able to work in the place where the
like manufacturing of the glasses or manufacturing of electronic circuits. So in that places it will be used. So generally what it will done, it takes the part and place it on the respective place. But these robots will travel in the unique sliding rail features. So that without any disturbance for the parts, these robots will be using it. What's the name of this? Any name? So sliding rail mechanism, sir. The robots with the sliding rail mechanism. എന്തിനാന്ന് പറഞ്ഞത്? മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണ്. ജെൻ റോബോട്ടിക്സിന്റെ ബാൻഡിക്കോട്ട് എന്ന് പറഞ്ഞ റോബോട്ടാണ്. വേൾഡ് ഫസ്റ്റ് സ്കാവഞ്ചിങ് റോബോട്ടാണ്. ട്രിവാൻഡ്രം ബേസ്ഡ് ആണ് കമ്പനി വരുന്നത്. MS കോളേജ് കുറ്റിപ്പുറത്ത് പഠിച്ച 4 എഞ്ചിനീയേഴ്സിന്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ആയിരുന്നു. അവർ ഇത് 2014 പ്രോട്ടോടൈപ്പ് ലോഞ്ച് ചെയ്തത് പിണറായി വിജയൻ സാറാണ്. 2014 ഈ കാണുന്ന മോഡൽ വെർഷൻ ലോഞ്ച് ചെയ്യുന്നത്. അത് ഓതിജിയാണ്. ലോഞ്ച് ചെയ്തതിന് ശേഷം 7 വർഷമായിട്ട് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്ത് ഓവറോൾ 19 സ്റ്റേറ്റിൽ 356+ റോബോട്ട്സ് കറന്റ് സെയിൽ ചെയ്തു. അത് കറന്റ് വർക്കിംഗ് ആണ്. ട്രിവാൻഡ്രത്ത് 3 കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ കഴിഞ്ഞ വർഷം നമ്മൾ ലോഞ്ച് ചെയ്തു. അത് അവിടുന്ന് ഇപ്പോഴും വർക്കിംഗ് ആണ്. മെയിൻ ഫംഗ്ഷൻ സ്റ്റാൻഡിംഗ് യൂണിറ്റ് ആണ്. കാണുന്ന ഡ്രോൺ യൂണിറ്റ് ആണ്. നേരെ താഴെ പോയിട്ട് മാൻഹോൾ 4 ലെഗ്സ് വരുന്നുണ്ട്. ഒരു റോബോട്ടിക് ആം വരുന്നുണ്ട്. 14 ലിറ്റർ വോളിയത്തിൽ വരുന്നൊരു ബക്കറ്റ് വരുന്നുണ്ട്. ആ ബക്കറ്റിനകത്താണ് വേസ്റ്റ് കളക്ട് ചെയ്ത് മേളിക്കൊണ്ടിരുന്നത്. ഈ റോബോട്ടിക് ആം യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എഡ്ജിലെ വേസ്റ്റ് കളക്ട് ചെയ്ത് സെൻറ്ററിലേക്ക് ആക്കിയതിന് ശേഷം ബക്കറ്റിനകത്ത് ഗ്രാബ് ചെയ്ത് മേളിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. യൂസർ ഇൻ്റർഫേസ് വെരി ഈസി ഇൻ്റർഫേസ് ആണ്. മാൻഹോൾ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ തന്നെ ട്രെയിൻ ചെയ്തിൻ്റെ ഓപ്പറേറ്റേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂസർ ഇൻ്റർഫേസ് ആണ് വെച്ചേക്കുന്നത്. ഇതിനകത്തൊരു ഹാംഫുൾ ഗ്യാസുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സെൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 IP68 ക്യാമറാസ് വരുന്നുണ്ട്. ഈവൻ ബ്ലാക്ക് വാട്ടർ വിസിബിൾ ആയിട്ടുള്ള ക്യാമറാസ് ആണ് വരുന്നത്. 10 മീറ്റർ ഡെപ്ത് ആണ് ഇതിൻ്റെ ഡൈവിംഗ് കപ്പാസിറ്റി. അത് കഴിഞ്ഞ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മളിത് UK, സൗത്ത് കൊറിയ, മലേഷ്യ, ഖത്തറിലോട്ടൊക്കെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം നമ്മുടെ റോബോട്ട്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പേറ്റന്റ് ആണ് പ്രോഡക്റ്റ്. ഇത് നമ്മൾ കേരളത്തിൽ എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ ട്രിവാൻഡ്രത്ത് 3 വർക്ക് ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ കഴിഞ്ഞ വർഷം നമ്മൾ റീസെന്റ് ആയിട്ടൊന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ഓവർ ഇന്ത്യയിൽ 19 സ്റ്റേറ്റിൽ 300+ റോബോട്ട്സ് നമ്മൾ സെയിൽ ചെയ്തു. ഇത് മെയിൻ പർപ്പസ് മാൻഹോൾ ക്ലീനിങ് എന്നുള്ള പർപ്പസിലാണ് മെയിനായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇതാണ് ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ്, ജെൻ റോബോട്ടിക്സിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ്. ഇത് സക്കിംഗ് അല്ല, ന്യൂമാറ്റിക്സിന്റെയും ഹൈഡ്രോളിക്സിന്റെ വയർ സോക്കറ്റ്സ് ആണ്. ബക്കറ്റ് വെച്ചാണ് റാബ് ചെയ്യുന്നത്. ഇത് ഫുഡ് ഡെലിവറി റോബോട്ട്സ് ആണ്. കീനോ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഞങ്ങൾ ടെറ റോബോട്ട്സ് ആണ് ഇതിന്റെ സപ്ലൈ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ W3 റോബോട്ട്സ് ആണ്. ഇത് ആക്ച്വലി മെയിൻലി യൂസ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്സിലും പിന്നെ ഹോസ്പിറ്റൽസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹോട്ടലിലേക്ക് ആണെങ്കിൽ ഫുഡ് കിച്ചൺ ഡിഫറെൻറ്റ് ടേബിളിലൊക്കെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല നമുക്ക് ലിഫ്റ്റ് കൊണ്ടുപോയി ഡിഫറെൻറ്റ് ഫ്ലോറിലും കൊണ്ടുപോയി സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ബോക്സും ടീ ബോക്സ് എന്ന് പറഞ്ഞാൽ 2 ബോക്സ് നമ്മൾ ലിഫ്റ്റിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് ലിഫ്റ്റിൽ ഓട്ടോമാറ്റിക്കലി കയറിയിട്ട് അത് ഡിഫറെൻറ്റ് ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരു ഫ്ലോറിൽ മാത്രമേ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഈ ഒരു റോബോട്ട് ഡിഫറെൻറ്റ് ഫ്ലോറിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ജസ്റ്റ് ഒറ്റൊരു ഫ്ലോറിൽ മാത്രം സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റോബോട്ടാണ്. ഞങ്ങൾ ഇതിൽ ആദ്യം മാപ്പ് ചെയ്യും. മാനുവലി നമ്മൾ മാപ്പ് ചെയ്തിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീഡ് ആവും. അതിനുശേഷം ജസ്റ്റ് ടേബിൾ നമ്പർ 1, 2, 3 കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി പോകും. വീഡിയോ സിമുലേറ്റർ മാത്രമേ ഉള്ളൂ. അകത്തോട്ട് ചെല്ലുമ്പോൾ ഗേറ്റ്സും കാര്യമൊക്കെ ഉണ്ട്. ഇല്ലാത്തോണ്ട് ഇരിക്കും നമ്മൾ കണക്ട് ചെയ്തു. മനസ്സിലായി. വേറെ നമ്മൾ അതായത് ചിപ്പുകളല്ലേ, ഇത് ശരിക്കും ഫോൺസ് ഒക്കെ കാണത്തുള്ളൂ, എഴുത്തുകൾ കാണത്തുള്ളൂ. ഇതിന് പകരം നമ്മള് SMD എന്ന് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ആയിരുന്നു ഒക്കെ ഓരോ. അതായത് നമ്മളെ വലിയ റെസിസ്റ്റർ കപ്പാസിറ്റർ ഒക്കെ ചെറിയ പൊടിപൊടികളാണ്. അത് ഈ റോബോട്ട് നമ്മളെ കയ്യിൽ വെക്കാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് ഇവരെ ഇത് പ്ലേസ് ചെയ്യും. നമ്മൾ ഈ ബോർഡും ഡിസൈനും കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് വാട്സ് അവർ തന്നെ വെക്കും. ഇതൊരു ചെറിയ ഡിജിറ്റൽ പെറ്റാണ്. ടച്ച് ചെയ്യുമ്പോൾ ഇമോഷൻസ് ഒക്കെ വരും. ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. ഇത് സംഭവം
പെറ്റ്, ഡിജിറ്റൽ പെറ്റ്. ഇത് ഓട്ടോണോമസ് വെഹിക്കിളിലൊക്കെ വരുന്ന ഒരു ലിഡാർ എന്ന് പറഞ്ഞൊരു സെൻസറാണ്. ഇതിപ്പോൾ 360 മാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വെച്ചിട്ടാണ് ഈ വെഹിക്കിളൊക്കെ ഒബ്ജക്റ്റ് അവോയ്ഡ് ചെയ്ത് പോകുന്നത്. ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന പിക്ക് ആൻഡ് പ്ലേസ് ചെയ്യാനും അതുപോലെ മൾട്ടിപർപ്പസ്. അതിന്റെ ടിപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മൾട്ടിപർപ്പസ് ഇത് സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു കിറ്റാണ്. പ്രോഗ്രാമൊക്കെ ചെയ്ത് പഠിക്കാനായിട്ടുള്ള കിറ്റാണ്. ഇതിന്റെ കൺട്രോളിങ് ഇതിപ്പോ സ്വിച്ച് ഓൺ ചെയ്ത് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് സൈബർ ഡോഗിന്റെ ഒരു അതിന്റെ ഒരു ചെറിയൊരു മോഡലാണ്. അതിന്റെ ഒരു ചെറിയ മോഡലാണ്. ഇങ്ങനെ വാക്ക് ചെയ്ത് പോകും മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബോഡിയൊക്കെ 3D പ്രിന്റഡാണ്. ഇതും അതുപോലെ തന്നെ കിറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്തു. നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന ഒരു റോബോട്ടാണ്. എത്ര കോസ്റ്റ് വരും ഉദ്ദേശം? അതിന്റെ കോസ്റ്റ് നമ്മൾ കറക്റ്റ് ശരിക്കും 2014 മോഡലുള്ള റോബോട്ടാണ് ഇതിന്റെ ചേസ് എന്ന് പറയുന്നത്. നമ്മുടെ നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് 10 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഒരു ഫ്ലൈയിങ് ഡ്രോൺ ആണ്. ഇതിന്റെ പേര് FIAQD-10 എന്നാണ്. നമുക്ക് ഇത് യൂസ് ചെയ്ത് ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ്, ഇൻസെക്ടിസൈഡ് എല്ലാം നമുക്ക് സ്പ്രേ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ 2-3 ഇയേഴ്സ് ആയിട്ട് നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്ത് വരുന്നതാണ്. അതായത് ഓൾ ഇന്ത്യ നമുക്ക് സർവീസ് നമ്മൾ അവൈലബിൾ ആണ്. 700 പെർ ഏക്കർ ആണ് നമ്മൾ ചാർജ് ചെയ്ത് ഫാമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സർവൈലൻസ് ഡ്രോൺ ആണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് പെസ്റ്റ് അറ്റാക്ക്, അതുപോലെ തന്നെ ഡിസീസ് ഇൻഫെസ്റ്റേഷൻ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒക്കെ ഫീൽഡിലുള്ളത് അത് എത്രത്തോളം ഇന്റൻസിറ്റിയിൽ നമ്മൾ ക്രോപ്പിനെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഡേറ്റ നമ്മുടെ കളക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പറയുന്നത് ഒരു 3rd സ്റ്റാൻഡേർഡും 6th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന 2 സ്റ്റുഡൻസ് ചെയ്ത പ്രോജക്റ്റാണ്. അവരുടെ പേര് എന്ന് പറയുന്നത് കാത്ലിൻ ആൻഡ് ക്ലാര എന്ന് പറയുന്നത്. അപ്പോൾ അവർ തൃശ്ശൂരാണ് പഠിക്കുന്നത്. അവർക്കിന്ന് വരാൻ പറ്റിയിട്ടില്ല, സ്കൂളിംഗ് ഒക്കെ ആയിട്ട്. സോ അവർ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് 3.0 എന്ന് പറയുന്നതാണ്. ഇത് നമ്മളെ ലാൻഡിലെ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് 2 തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. വെറ്റ് വേസ്റ്റും സോളിഡ് വേസ്റ്റും 2 തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്യും. ഈ വെറ്റ് വേസ്റ്റ് ഒക്കെ നമ്മൾ പ്ലാന്റിൽ കൊണ്ടിട്ട് അറിയാം കുറേ ഇൻഫെക്ഷൻസും ഡിസീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു റോബോട്ടായിരുന്നു. പിന്നെ 2018 നമ്മൾ കേരളം ഫ്ലഡ് ഫേസ് ചെയ്ത ടൈമിൽ അറിയാം എല്ലാ വേസ്റ്റിലും വാട്ടർ ബോഡീസിലായിരുന്നു ഡംപ് ചെയ്തത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അക്വ റെസ്ക്യൂ റാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡുവൽ ഫംഗ്ഷനിങ് റാഫ്റ്റ് ആണ്. ഡെക്ക് 2, ഡെക്ക് 3, ഡെക്ക് 1 എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ ഈ ഡെക്ക് 3 എന്ന് പറയുന്നതിൽ വാട്ടറിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ഡെക്ക് 2 എന്ന് പറയുന്നതിൽ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2018 മൂവിയിൽ കാണാം, നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് വരെ ആൾക്കാർ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡെക്ക് 2 ആൾക്കാരെ റെസ്ക്യൂ ചെയ്ത് അവരെ സേഫായിട്ട് വെക്കുന്നത്. ഈ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ അവർ 2 ആളും വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് അവരുടെ പ്രസന്റേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വായും. ആ റേസിന് ഉപയോഗിക്കുന്നതാണ്. ഇതിനെ FPV എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ വിഷ്വൽസ് കണ്ടിട്ടാണ് നമ്മൾ ഡ്രൈവ് പൈലറ്റ് ഓടിക്കുന്നത്. ഇത് ഡിസ്ട്രക്റ്റീവ് വാർബോട്ട് കേജിലൊക്കെ കളിക്കുക. ഇപ്പൊ ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് കേരള കേരളയിലേക്ക് പോകുന്നതാണ്.
റോബോ വാർ പല കാറ്റഗറി ഉണ്ട്. 15 kg ഉണ്ട്, 30 kg ഉണ്ട്, 60 kg ഉണ്ട്. ഇവിടെ കോമൺലി ഇപ്പോൾ 15-ഉം 30 kg ആണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ ഇപ്പോൾ കുറവാണ്, ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഇല്ല. കോഴിക്കോട് NIT മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ ഡ്രമ്മർ എന്ന് വിളിക്കുന്നത്. ഡ്രമ്മർ ഇത് വെപ്പണായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 16,000 RPM-ലേക്ക് കറങ്ങുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ ഓപ്പോണന്റ് വരുമ്പോൾ നല്ല ഹൈ സ്പീഡിലായിട്ട് അവർക്ക് ഡാമേജ് സംഭവിക്കും. ഞങ്ങൾ എൽദോമാർ ബെസിലിയോസ് കോളേജ് കോതമംഗലത്തുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോജക്ട്സ് ആണ്. ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെവൽ വരെ ഒന്നും എത്തിക്കാണത്തില്ല. ഇത് നമ്മളെ ഐഡിയകളെ ജസ്റ്റ് ഒന്ന് ഫിസിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കോപ്പുള്ള ഒരു ഡ്രോൺ ആണ്. ഇത് ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നിടത്തോട്ട് പറന്നെത്തി ഈ താഴെ കാണുന്ന ഈ ഒരു ബോൾ ഇത് നമ്മൾ ഡമ്മി വെച്ചിട്ടേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് ശരിക്കും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒരു 5,000 rupees കണ്ടു കൊടുത്താൽ ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്ന മെറ്റീരിയൽ ഒരു ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 square feet-ഓളം ഏരിയയിലുള്ള ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള പവറുള്ള സാധനമാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്തൊരു ഡ്രോണിനെ പറത്തി എത്തിച്ച് ഒരു ഹീറ്റ് സെൻസർ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 square feet-ഉള്ള ഏരിയയിലുള്ള തീയെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള പവറിലുള്ള സാധനമാണ് കോൺസെപ്റ്റായിട്ട് ഉണ്ടായത്. സ്റ്റോക്കർക്ക് and we do have an announcement over here. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾ ഈ എക്സ്പോയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പാർട്ടിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.